ചക്കിയുടെ കാര്യം ഓർത്തു അങ്കിള് വിഷമിക്കണ്ട. ഞാൻ നോക്കിക്കോളാം അവളെ. അങ്കിളിന് എന്നെ ഇഷ്ടമില്ലെന്നറിയാം. എന്നാലും എനിക്ക് ചക്കിയെ വളരെ ഇഷ്ടാ. ഞാൻ അത്രയ്ക്ക് ബാഡ് ഒന്നും അല്ല അങ്കിളെ. ചക്കി മോള് കരയാതിരിക്കെ. മോളുടെ അച്ഛനൊന്നും പറ്റിയിട്ടില്ല. അച്ഛൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ കരയാതിരിക്കോ പറ. നിന്നേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞേനെ. ഇത് നോക്ക്, ഞാനിവിടെ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. മോളും കരയരുത്. സത്യമായിട്ടും എന്റെ അച്ഛനൊന്നും പറ്റിയിട്ടില്ലല്ലോ അച്ഛമ്മ. നമുക്ക് അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അതൊക്കെ കൊണ്ടുപോവാ മോളെ. സത്യമായിട്ടും അച്ഛനൊന്നും പറ്റിയിട്ടില്ല മോളെ. വൈകുന്നേരം നമുക്ക് അച്ഛനെയും കൂട്ടി ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോവാം. ബ്രോ, എന്താ ബ്രോ? നിന്റെ അച്ഛന് ഒന്നും പറ്റിയിട്ടില്ല. നീ ചുമ്മാ കരഞ്ഞോണ്ടിരിക്കില്ലേ? എനിക്ക് എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛനും എല്ലാം പറ്റി ഞാൻ എന്ത് ചെയ്യും? എന്റെ അച്ഛനില്ലെങ്കിൽ പിന്നെ ഞാനും ഉണ്ടാവില്ല. എനിക്ക് എന്റെ അച്ഛനെ വേണം. എന്റെ അച്ഛൻ ആശുപത്രി കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അങ്കിളിന് ഒന്നുമില്ല. നീ കരയാതിരിക്കും ചക്കി. അച്ഛമ്മ പറ. എന്താ മോളെ? നാളെ ഫാദേഴ്സ് ഡേ അല്ലേ അച്ഛമ്മ? എനിക്ക് അച്ഛന് സർപ്രൈസ് കൊടുക്കണം. അച്ഛന്റെ കൂടെ എനിക്കും ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യണം അച്ഛമ്മ. നമുക്ക് ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ചിട്ട് കൊണ്ടുപോവാ അച്ഛമ്മ. പ്ലീസ് അച്ഛമ്മ, നമുക്ക് കൊണ്ടുപോന്ന് പറ അച്ഛമ്മ. ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പറ അച്ഛമ്മ, നമുക്ക് കൊണ്ടുപോവാന്ന്. ചക്കിമോളൊരു കാര്യം പറഞ്ഞ അതല്ലേ ഇവിടുത്തെ അവസാനത്തെ വാക്ക്. നീ പറഞ്ഞതുപോലെ തന്നെ അച്ഛനെ നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോവാം. താങ്ക് യു സോ മച്ച് ചെറിയച്ചാ. അർജുൻ, എന്താ അമ്മേ? ഇങ്ങനെ എത്ര നാളാന്ന് വെച്ചാടാ? ഇങ്ങനെയെന്ന് പറഞ്ഞാ എങ്ങനെ? കുഞ്ഞെ, ഇതാ കാപ്പി കുടിക്കുക. കുടുംബവും കുഞ്ഞുമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചെല്ലപ്പന്റെ കൈകൊണ്ട് കാപ്പ് കുടിക്കേണ്ടി വരുമായിരുന്നോ? ഭാര്യ ഇട്ട് തരില്ലായിരുന്നോ? ഭാര്യയും കുടുംബവും കുഞ്ഞുങ്ങളും ഇതല്ലാതെ വേറൊരു വിഷയം ഈ വീട്ടിൽ സംസാരിക്കാനില്ലേ? അമ്മ എനിക്കൊരു അല്പം സമാധാനം തരില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. ഗൗരിയമ്മ ചോദിച്ചതിൽ എന്ത് തെറ്റാ മോനെ ഉള്ളത്? മോന്റെയും കൂടി സന്തോഷത്തിന് വേണ്ടിയല്ലേ ചോദിച്ചത്. ഞാൻ എങ്ങനെ ഇരുന്നാലും സന്തോഷിക്കാന്നുള്ളത് ഞാൻ എന്നെ തീരുമാനിച്ചു കഴിഞ്ഞതായിരുന്നു. ഇനി അത് തിരുത്താനായിട്ട് നിങ്ങൾ നിൽക്കണ്ട. എന്തിനാടാ ദേഷ്യപ്പെടുന്നേ? അത്തരത്തിലൊരു ടോപ്പിക്കും കൊണ്ടല്ലേ ഏതു നേരവും രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് തന്നെ വരിക. പിന്നെ ദേഷ്യപ്പെടാതെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അർജുൻ, എന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കാനായിട്ട് നിന്റെ അച്ഛനോ ഇല്ലെന്നായി. നിന്നോട് പങ്കുവെക്കാന്ന് വെച്ചാ നിനക്കതിനുള്ള മനസ്സുമില്ല. എന്റെ കാര്യം പോട്ടെ, നിന്റെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ നിനക്കൊരു കൂട്ടു വേണ്ടേടാ. അമ്മേ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങള് ഒറ്റയ്ക്കാണ് ഞാൻ തരണം ചെയ്തിട്ടുള്ളത്. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ന് പുതിയതായിട്ടൊരു കൂട്ട് കണ്ടെത്തിയതുകൊണ്ട് എന്റെ ജീവിതത്തിന് ഒന്നിനും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അർജുൻ കുഞ്ഞെ, കുഞ്ഞിന്റെ മനസ്സിൽ എന്താന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ കുഞ്ഞിന്റെ മനസ്സിൽ എന്താന്നുള്ളത് ഞങ്ങളോട് പറയുമല്ലോ. എന്റെ മനസ്സിലുള്ളതോ? കുഞ്ഞിന് മേഘക്കുഞ്ഞിനെ വലിയ ഇഷ്ടാന്നുള്ളതും മേഘക്കുഞ്ഞ് സമ്മതിച്ച കല്യാണം കഴിക്കാൻ വരെ കുഞ്ഞ് തയ്യാറാണെന്നുള്ളതും ഒക്കെ ഞങ്ങൾക്കറിയാം. ചെലപ്പ ചേട്ടാ, പണിക്കാരൻ പണിക്കാരനായിരുന്നാ മതി. ആവശ്യമില്ലാതെ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെടണ്ട. എന്നോട് ക്ഷമിച്ചേക്കു കുഞ്ഞെ. ചെറുപ്പം തൊട്ടൊരു അമ്മാവനെ പോലെ എടുത്ത് വളർത്തിയോണ്ടായിരിക്കാം ഞാൻ പോലും അറിയാണ്ട് അല്പം സ്വാതന്ത്ര്യം കൂടുതൽ കാണിച്ച്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ നോക്കിക്കോളാം. പണിക്കാരനാണെങ്കിലും അയാള് പറഞ്ഞതിലും കാര്യമില്ലേ അർജുൻ? എന്നോട് സത്യം പറ, നിന്റെ മനസ്സിൽ മേഘയില്ലേടാ? നിനക്ക് മേഘ ഇഷ്ടമില്ലെന്ന് പറയോ നീ? അമ്മേ, ദയവ് ചെയ്ത് ആ ടോപ്പിക്ക് നീ വേണ്ട. വേണ്ടെങ്കി വേണ്ട, ഇന്നത്തോടെ ഞാനും അത് നിർത്തിയേക്കോ. പക്ഷെ മേഘയോട് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാലോ. അവളുടെ മനസ്സിൽ എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ?
കാണിച്ചത്? മനുഷ്യരായ ദേഷ്യം വരും എന്ന് വെച്ചിങ്ങനെ കൈയും കാലും മുറിച്ച് ചോര ഒലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ അർജുൻ എന്തായി കാണിച്ചിരിക്കുന്ന? എങ്ങനെ ഇത്രയും വലിയ മുറിവുണ്ടായേ? അറിയാതെ ഗ്ലാസ്സിലൊന്ന് കൈകൊണ്ടതാ. അത് അറിയാതെ ഈ കൈയൊന്നും കൈ ഒന്ന് പൊട്ടതാ. പിടിക്കാൻ ഞാനിപ്പോ വരാം. എന്താ അർജുനെ കാണിച്ചേ? കൊച്ചു കുട്ടികളെ പോലെ ചില നേരത്ത് അർജുന്റെ സ്വഭാവം. ഒന്ന് നോക്കിയും കണ്ടൊക്കെ ചെയ്യണ്ടായിരുന്നോ? അർജുൻ എന്തേലും പറ്റിയ ഗൗരിയമ്മ അത് എത്രമാത്രം വേദനിപ്പിക്കുന്ന അറിഞ്ഞുകൂടാത്തോണ്ടാണോ? നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും ജ്യൂസ് എടുത്തോണ്ട് വരാം. അത് കുടിച്ച് കുറച്ചേരം റെസ്റ്റ് എടുക്ക. അർജുൻ, ഇതിനു വേണ്ടിയിട്ടെങ്കിലും കല്യാണം കഴിക്കാൻ നോക്കടാ. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു തുണ വേണം. അത് നിന്റെ ബിസിനസ്സിലായാലും സ്വന്തം ജീവിതത്തിലായാലും അങ്ങനെ തന്നെ. നിനക്ക് വല്ലതും പറ്റിയാൽ ആശ്വസിപ്പിക്കാനും എപ്പോഴും നിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും കരുതലും സ്നേഹവും ഒക്കെ തന്ന് ജീവിതം പൂർണ്ണമാക്കാനും ഒരാളുണ്ടാവണം. നീ ഇപ്പൊ കണ്ടു കാണുമല്ലോ, നിന്റെ കയ്യിലുണ്ടായ ഒരു ചെറിയ മുറിവ്. അത് കണ്ട് മേഘ പെടഞ്ഞത് കണ്ടോ നീ? അതൊക്കെയാടാ സ്നേഹം എന്ന് പറഞ്ഞ. നമ്മളെ സ്നേഹിക്കാനും കരുതലോടെ നമ്മുടെ കാര്യങ്ങൾ നോക്കാനും പുറത്തുനിന്ന് ആരും വരില്ല. അതിന് നമ്മുടെ സ്വന്തം ആള് തന്നെ വേണം. മനസ്സുകൾ തമ്മിൽ അടുപ്പമുള്ളവർക്ക് അതിനൊക്കെ കഴിയും. ജീവിതം പങ്കുവെക്കുന്ന വ്യക്തിക്ക് നിന്റെ നന്മയിൽ സന്തോഷിക്കാനും നിനക്കൊരു വിഷമം വരുമ്പോൾ സങ്കടപ്പെടാനും കഴിയും. ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകരുത്. അതിലും വലിയ ശിക്ഷ മറ്റൊന്നുമില്ല. മഞ്ജരി, നീ ഇവിടെ നിൽക്കായിരുന്നോ? ഇപ്പോഴും മേഘനെ കുറിച്ച് ചിന്തിച്ച് വല്ല സൈക്കിക് പേഴ്സണാലിറ്റി ആയിന്ന് വിചാരിച്ചു. മേഘനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് ആവുന്നില്ല ആന്റി. എന്റെ പൊന്നു മഞ്ജരി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഏച്ചു വെച്ചാ മുളച്ചിരിക്കുന്നു കേട്ടിട്ടില്ലേ? മേഘന മരിച്ചു എന്ന് പറഞ്ഞാ മരിച്ചു. പണിക്കരെ പോയിട്ട് ദൈവം താഴെ ഇറങ്ങി വന്ന് പറഞ്ഞാലും ഞാൻ ഇതൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. മരിച്ചുപോയ മേഘനെ എവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരാനാ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഡോക്ടർ പറഞ്ഞതൊന്നും ആന്റി കേട്ടില്ലായിരുന്നോ? വിടർന്ന കണ്ണുകളും ഇരുനിറമുള്ള പെണ്ണ്, സാരിയൊക്കെ കൊടുത്ത് ലക്ഷണമൊത്തവൾ, അതെല്ലാം മേഘനയ്ക്ക് ചേരുന്നത് പോലെ. എന്നാ പിന്നെ മേഘൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്താ അപ്പൊ സമ്മതിക്കോ? നീ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അതെങ്ങനെ? അങ്ങോട്ട് നോക്കിയേ. ഈ CCTVയുടെ ഫൂട്ടേജ് അത് നോക്കിയാ ഇവിടെ വന്നതാരാ പോയതാരാ എന്നൊക്കെ അറിയാൻ പറ്റും. കം, എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് ഇവിടുത്തെ CCTV ഫൂട്ടേജ് ഒന്ന് കാണണം. എന്താണ് അതിനൊരു വഴി? ഐ എം സോറി മാഡം, അതിന് ഡോക്ടറുടെ പെർമിഷൻ വാങ്ങണം. ഞങ്ങൾ ആരാണെന്നറിയോ? മായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫാമിലി മെമ്പേഴ്സാ. ഞങ്ങൾക്കും പെർമിഷൻ വേണോ? അതുകൊണ്ടല്ല മാഡം. ഞങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ നാളെ തൊട്ട് നിനക്ക് ഇവിടെ ജോലി ഉണ്ടാവില്ല. ജോലി കളയണോ അതോ ക്യാമറ ഫൂട്ടേജ് കാണിക്കുന്നോ? മാഡം ഒരു മിനിറ്റ്. മാഡം, ഇതിലെ അങ്ങോട്ട് ചെന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞോളൂ. അവിടെയാണ് ഞങ്ങളുടെ സെർവർ റൂം. ഗുഡ് ഗുഡ്, ബുദ്ധിയുള്ളവൾ തന്നെയാ. എന്തായാലും നല്ല ഭാവിയുണ്ട്. കം. എക്സ്ക്യൂസ് മീ, പറഞ്ഞോളൂ മേഡം. ഒരു 1 hour മുമ്പുള്ള ഫൂട്ടേജ് വേണം. ഒരു മിനിറ്റ് മേഡം.
ആന്റി അത് കണ്ടോ ആന്റി, മിഥുന്റെ കൂടെ വന്ന ആ പെണ്ണ്. ശ്ശേ, ഈ ക്യാമറയിലെ ഫേസ് വ്യക്തമായിട്ട് കാണുന്നില്ലല്ലോ. ഇതിപ്പോ വേറെ ആംഗിളിലല്ല ഏതെങ്കിലും ക്യാമറ ഉണ്ടോ? ഉണ്ട് മാഡം, കാണിക്കാം. ശ്ശോ, ഇതിലും അവരുടെ ഫേസ് വ്യക്തമാവുന്നില്ലല്ലോ മഞ്ജരി. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ക്യാമറ ഉണ്ടോ? ഇതിനകത്ത് ഫേസ് മാത്രം കൃത്യമല്ല. വൺ ലാസ്റ്റ് ചാൻസ്, അവരുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ക്യാമറ വലതും. ക്യാമറയൊക്കെ ഉണ്ട് മാഡം, പക്ഷെ അത് ഒരാഴ്ചയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇതിപ്പോ നടവാതയ്ക്ക് കൊണ്ടുവന്ന് താഴെ ഉടച്ച കഥയാണല്ലോ മഞ്ജരി. ഫൂട്ടേജ് കിട്ടിയെങ്കിലും ആളുടെ മുഖം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മോം, മഞ്ജരി, നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? ഒന്നുമില്ലടാ, മിഥുനെ രക്ഷിച്ച ആ ദേവത ആരാണെന്ന് CCTV നോക്കുമായിരുന്നു. ഓ, എന്നിട്ട് കണ്ടുപിടിച്ചോ മോം? ഇവിടെ വീഡിയോ ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുള്ളതില്ല. അത് പോട്ടെ, നിങ്ങൾ വാ, അവിടെ വലിയേട്ടനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു. ചക്കി എന്നെ ഇവിടെ വരെ കൊണ്ടുപോട്ടേന് താങ്ക്സ് ട്ടോ. അങ്ങനെയല്ലടാ, ഞാനല്ലേ നിന്നോട് താങ്ക്സ് പറയണ്ടേ. അതെന്തിനാ? ഞാൻ എന്ത് ചെയ്തു? പറ ചക്കി. അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് കേട്ടത് ഞാൻ അപ്പോഴേ പേടിച്ചുപോയി. നീ എന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ടാ ഞാൻ നോർമൽ ആയത്. എനിക്കെന്റെ അച്ഛനെ ഒത്തിരി ഇഷ്ടമാടാ. എന്റെ അച്ഛൻ വയ്യാതെ കിടന്നെന്ന് അറിഞ്ഞപ്പോ നീ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നെ സമാധാനിപ്പിക്കാൻ. അപ്പൊ നീയല്ലേ എന്റെ നല്ല ഫ്രണ്ട്. ഞാൻ ഡാർക്ക് അടിച്ചിരുന്നപ്പോ നീയല്ലേടാ ചിക്കു എന്നെ കൂളാക്കിയേ. അതുകൊണ്ട് നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാ ചിക്കു. ഞാൻ പറഞ്ഞ സത്യവാ. ശരി വിട്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അതുകൊണ്ടാ ഞാൻ നിന്റെ കൂട്ടത്തിൽ അങ്കിളിനെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് വന്നത്. എന്നാ പിന്നെ ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വീട്ടിൽ പോവാ. എന്നാ ശരി, വാ. അർജുൻ, ഇതാ ഈ ജ്യൂസ് കുടിക്ക. നീ എന്തിനാ മേഘ ബുദ്ധിമുട്ടിയത്? ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഒരു വീടാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. തല്ല് കൂടാൻ പോയിട്ട് ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായതല്ലേ അർജുൻ. ആ ക്ഷീണമൊക്കെ ഒന്നും മാറണ്ടേ? ചിക്കു, ചക്കി, ചിക്കു, ചക്കി നീ ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആയെന്ന് തോന്നുന്നു. ശരിയാണ് അർജുൻ. ചിക്കു വിളിക്കുന്നത് കേട്ട് ഇപ്പൊ ചക്കി എന്നെ അമ്മ എന്നാ വിളിക്കുന്നത്. ചക്കിക്ക് അവളുടെ അച്ഛന്റെ സ്വഭാവമൊന്നുമില്ല. മറ്റുള്ളവരോടൊക്കെ വളരെ പെട്ടെന്ന് അടുക്കുന്ന സ്വഭാവമാണ് അവൾക്ക്. അതെന്താ? അവളുടെ അച്ഛനങ്ങനെ പെട്ടെന്ന് ആരോടും അടുക്കുന്ന സ്വഭാവമല്ലേ? പ്രശ്നക്കാരനാണെന്നാണോ പറഞ്ഞു വരുന്നേ? നിനക്കറിയാലോ മേഘ, അന്ന് നമ്മുടെ ഫംഗ്ഷനിൽ വെച്ച് അങ്കിൾ, കൊച്ചു പിള്ളേരുടെ മുമ്പിൽ വെച്ച് വലിയവരുടെ വഴക്കിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് അറിഞ്ഞൂടെ? കൊച്ചുകുട്ടിയാണെങ്കിലും അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. കുഞ്ഞുങ്ങളുടെ മനസ്സ് ദൈവതുല്യമാണെന്ന് അവർക്ക് നല്ലത് മാത്രമേ അറിയൂ. മുതിർന്നവരുടെ മനസ്സിൽ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായം കൂടുന്തോറും ശരീരം മാത്രമല്ല വളരുന്നത്, അഹംഭാവവും അഹങ്കാരവും ഒക്കെ മനുഷ്യന് കൂടും. കൊച്ചു പിള്ളേരോട് മനസ്സിലാകാത്ത ഭാഷയിൽ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഗ്രാനി പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. പപ്പയുടെ കൈക്ക് ഇതെന്താ പറ്റിയേ?
ഒന്നുമില്ല ചിക്കു, ചെറിയൊരു മുറിവ, പെട്ടെന്ന് ഉണങ്ങിക്കോളും. അത്രയും വലിയ കെട്ടും കെട്ടി ചെറിയ മുറിവെന്ന് പറയുന്നോ? കെട്ട് മാത്രാ വലുത്, മുറിവ് വളരെ ചെറുതാ. പോ അങ്കിളെ, അങ്കിളുടെ കൈക്ക് വയ്യാണ്ടായി, എന്റെ അച്ഛൻ ഹോസ്പിറ്റലിലും ആയി. മോളുടെ അച്ഛൻ എന്താ പറ്റിയത്? എന്റെ അച്ഛൻ ഒട്ടും സുഖമില്ല അമ്മ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, എന്തിനാ ഹോസ്പിറ്റലിലാക്കിയത്? അച്ഛൻ എന്തോ ആക്സിഡന്റ് പറ്റിയത്ര, ശ്വാസം മുട്ട് കാരണം ചേർത്തതാ. ഞാനും ചിക്കും ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടാ വരുന്നത്. എന്ത്, ശ്വാസം മുട്ടുന്നെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നോ? അതെ അമ്മ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛന്? കുഴപ്പമില്ല അമ്മേ, ഒക്കെ ശരിയായിട്ടുണ്ട്. അതിരിക്കട്ടെ, ഏത് ഹോസ്പിറ്റലാ? അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റി? ചക്കി എന്താ വലിയ ജോബ് ഇന്റർവ്യൂവിന് വന്നതാ? അമ്മ എന്തിനാ ഇത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നേ? ചോദിച്ചറിയുന്നതിൽ തെറ്റില്ലല്ലോ ചിക്കു. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ മതി അമ്മേ. ഇനി ഞാനും ചക്കിയും കളിക്കാൻ പോവാ. ഞാനില്ല ചിക്കു, എനിക്ക് വീട്ടിൽ പോണം. ഇപ്പഴേ പോവാണോ? അതെ ചിക്കു, നാളെയല്ലേ ഫാദേഴ്സ് ഡേ. എന്റെ അച്ഛന്റെ കൂട്ടത്തിൽ എനിക്കത് സെലിബ്രേറ്റ് ചെയ്യണം. അതിന് ഇപ്പൊ തൊട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തണം. നാളെ ഫാദേഴ്സ് ഡേ ആണോ? കലണ്ടറിൽ ടീച്ചേഴ്സ് ഡേ പോലെ ഫാദേഴ്സ് ഡേ ഉണ്ടോ ചക്കി? ഫാദേഴ്സ് ഡേ നിനക്ക് ഇഷ്ടമല്ലല്ലോ. എനിക്ക് മദേഴ്സ് ഡേ മാത്രം ഇഷ്ടം. നിനക്കറിയോ ചക്കി, എന്റെ മമ്മി ഈ ലോകത്തിലെ ബെസ്റ്റ് മമ്മി. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഡേ ഇഷ്ടമാ. അതെന്താണോ, ചക്കിയെ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയോണ്ട്. പക്ഷേ ഐ ഹേറ്റ് ഫാദേഴ്സ് ഡേ. എനിക്ക് മാത്രം ഒരു നല്ല ഫാദർ ഇല്ലല്ലോ ചക്കി. ചിക്കു, അങ്ങനെയൊന്നും പറയരുത് മോനെ. പറഞ്ഞാലെന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എന്റെ അച്ഛൻ നല്ലവനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അമ്മേനെ കാണാൻ ഇതുവരെ വന്നില്ല? നല്ല അച്ഛനല്ലാത്തത് കൊണ്ടല്ലേ എന്നെ പോലും കാണാൻ വരാത്തത്? എന്റെ അച്ഛനൊരു ബാഡ് മാനാ. എനിക്ക് എന്റെ അച്ഛനെ ഇഷ്ടമില്ല. ബ്രോ, നിക്ക് ബ്രോ. ചക്കി, ബ്രോ, ചക്കി, പോട്ടെ, വിട്ടേക്ക്. കുറച്ചു നേരം കഴിയുമ്പോ തന്നെ തന്നെ ശരിയായിക്കോളും. എന്നാ ശരി അമ്മേ. പുറത്ത് ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയില്ലേ അമ്മേ? ശരി ചക്കി. അമ്മേ, അന്ന് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയപ്പോ എന്റെ അച്ഛൻ എന്നെ എടുത്തോണ്ട് പോയില്ലേ? അന്ന് ഞാൻ എന്റെ ക്യാമറയും സെൽഫി സ്റ്റിക്കും ഇവിടെ വെച്ച് മറന്നുപോയി. അതൊന്ന് എടുത്തു തരോ? ആ, ശരിയാണല്ലോ. നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ അത് ചെന്ന് എടുത്തോണ്ട് വരാം. ഇതാ. താങ്ക്സ് അമ്മേ. ചക്കി, ആ വീഡിയോ നീ മറ്റൊരിടത്തും പോസ്റ്റ് ചെയ്യില്ലല്ലോ? ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ അമ്മ? അതുകൊണ്ട് ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്യില്ല. ജസ്റ്റ് എന്റെ വീട്ടിലുള്ളവരെയൊക്കെ ഞാൻ കാണിക്കും. ദാറ്റ്സ് ഓൾ. ഓക്കേ? ശരി ചക്കി. ശരി അമ്മേ. ബൈ. ബൈ അങ്കിൾ. ബൈ. ബൈ ഗ്രാനി.